മനുഷ്യൻ ഏകനായിരിക്കുന്നല്ലെന്ന് കണ്ട് ദൈവം തന്നെ മനുഷ്യന് വേണ്ടി ഒരുക്കിയതായിട്ടുള്ള അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ പദ്ധതിയാകുന്നു കുടുംബം. ദൈവം തൻ്റെ രക്ഷാകര ചരിത്രം ഈ ലോകത്തിൽ നിറവേറ്റുന്നത് കുടുംബങ്ങളിലൂടെയാണ്. ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള അനേക കുടുംബങ്ങളെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെയൊക്കെ ജീവിതത്തിലൂടെ തലമുറകളിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളാകുന്നു ഇന്നും നമ്മെ നിലനിർത്തുന്നത്. അതിൻ്റെ പിന്തുടർച്ചയിൽ ഓരോ തലമുറകളിലൂടെയും നമ്മൾ അനുഭവിച്ചറിയുന്നതായിട്ടുള്ള ദൈവിക കരുണയും അനുഗ്രഹവുമാകുന്നു ഇന്ന് നിങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതും ദൈവഹിതം തിരിച്ചറിയുന്നതിനുള്ള അവസരവും മുഖാന്തരമായി വേർതിരിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ബന്ധത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് യേശുക്രിസ്തു മണവാളനായും അവിടുത്തെ സഭ മണവാട്ടിയായുമുള്ള ചിത്രീകരണത്തോടുകൂടിയാണ് നമ്മുടെ വിശുദ്ധ വിവാഹ കൂദാശയുടെ ഈ ആരാധന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് തന്നെ സഭയെ വീണ്ടെടുത്തത് തൻ്റെ രക്തത്താൽ, തൻ്റെ മരണത്താൽ, അവിടുന്ന് കുരിശിലൂടെ നമുക്ക് രക്ഷ നൽകിത്തന്നു. അതിനെയാകുന്നു നാം ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുന്നത്. അപ്പോൾ കുരിശിലൂടെയുള്ള വീണ്ടെടുപ്പ് ബന്ധങ്ങളുടെ വീണ്ടെടുപ്പാണ്. ആ ഒരു ബന്ധങ്ങളുടെ വീണ്ടെടുപ്പ് സാധ്യമായി തീരുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള ആ കുരിശിൻ്റെ അനുഭവത്തിലൂടെയാണ്.